നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇവിടെ ഗോതമ്പ് പുട്ടാണ്. എങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ നാളികേരം എടുത്തിട്ടുണ്ട്. ഇനിയും ഗോതമ്പൊടിയും നാളികേരം ഉപ്പും കൂടി നമ്മൾ വെള്ളം തളിച്ച് തിരുമ്മി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പും അതുപോലെ തന്നെ നാളികേരമൊക്കെ ഇട്ട് നമ്മൾ വെള്ളം തളിച്ച് നമ്മൾ തിരുമ്മി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളികേരവും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പുട്ടുകുറ്റിലേക്ക് കുറച്ച് നാളികേരം ആദ്യം ഇട്ടു. പിന്നെ നനച്ച് വെച്ച നമ്മൾ ഗോതമ്പ് പൊടി കുറച്ചിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും നാളികേരം ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് മുകളിൽ നാളികേരം സെറ്റ് ചെയ്തു. ഇനിയും ഈ കുറ്റിയെടുത്ത് നമുക്ക് പുട്ടുകുടത്തിൽ വെച്ച് ആവി കൊള്ളിച്ച് നമുക്ക് നല്ല ഗോതമ്പ് പുട്ട് നമുക്ക് കഴിക്കാം. എന്തായാലും നമ്മുടെ പുട്ടുകുടത്തിലേക്ക് നമ്മൾ നിറച്ച് വെച്ച നമ്മുടെ പുട്ട് വെച്ചിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്. നമുക്ക് ഇത് മുകളിൽ നമുക്ക് ചിരട്ട അല്ലെങ്കിൽ പുട്ടുകുടത്തിൻ്റെ അടപ്പിനുണ്ട്, അത് വെച്ച് നമുക്ക് മൂടാം. നമ്മൾ ചിരട്ട വെച്ചാണ് മൂടുന്നത്. എന്തായാലും ചിരട്ട വെച്ച് മൂടിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞ് നമുക്ക് കുത്തിയെടുത്ത് നമുക്ക് പപ്പടം അതുപോലെ തന്നെ കടുമാങ്ങ അച്ചാർ കൂട്ടി നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. ഏറ്റവും എളുപ്പം പെട്ടെന്ന് നമുക്ക് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്, ഗോതമ്പ് പുട്ട്. പുട്ട് ആവി വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടുകുടത്തിൽ നിന്ന് പുട്ടുകുറ്റി എടുത്തിട്ട് നമുക്ക് കുത്തി നമുക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടോടുകൂടി നമുക്ക് കടുമാങ്ങ അച്ചാറും അതുപോലെ പപ്പടമൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. എന്തായാലും നമ്മുടെ പുട്ടുകുടത്തിൽ നിന്ന് പുട്ട് കുത്തി ഇടാണ്. നല്ല ആവിയൊക്കെ വെന്ത് നമുക്ക് എന്തായാലും നമ്മുടെ പുട്ടും പപ്പടമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുമാങ്ങ അച്ചാറൊക്കെ നമുക്കെന്തായാലും ഇത് കഴിച്ചു നോക്കാം. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.